ഇന്നലെ രാത്രി മുഴുവൻ കുഞ്ഞൂസും വീട്ടും പുറത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെയാണ് രണ്ടെണ്ണത്തിലും കൂട്ടിൽ ഞാൻ കയറ്റിയത്. കുഞ്ഞൂസ് ആ കൂട്ട് കയറുകയാണ്, കുഞ്ഞൂസ് കയറും. മേട്ടു ഫുഡ് വേണോ കയറുമെന്ന് പറഞ്ഞാൽ നമ്മളെ മേട്ടുക്കൂട്ടം കൂട്ടിൽ കയറുക. അവരെ കൂട്ടിലാക്കിയതിന് ശേഷമായിരുന്നു പിന്നെ അകത്തേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മുടെ അമ്മാടി ഉണ്ടായിരുന്നു. കുഞ്ഞുകുമ്പ് നിറയെ ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടുള്ള കിടത്താണ് കേട്ടോ. ആൾക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഇവിടെ ബൊബൊബു ഉള്ളതുകൊണ്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാട്ടോ ഓടിച്ചാടി വരുന്നത്. പിന്നെ ഇങ്ങനെ ആട്ടി 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 ആളും എല്ലാം ഉറങ്ങി കേട്ടോ. ആ ഒരു പാട്ടിൽ തന്നെ അപ്പുറത്തുള്ള രണ്ടാൾക്കാർ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ മാത്രമല്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനും ഒരു ഉറക്കം ഇവരുടെ കൂടെ തന്നെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെല്ലെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മേട്ടുകൊട്ടൻ അവിടെ കിടക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങുകയാണെങ്കിൽ പോലും എനിക്ക് ഉറക്കമില്ല എന്നുള്ള രീതിയിലാണ് കുഞ്ഞൂസ് ഉണ്ടാവുക കേട്ടോ. കുഞ്ഞൂസ് ഏത് പകലും രാത്രിയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് കണ്ണും രണ്ട് ചെവിയും കൂർപ്പിച്ച ആളവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അതായത് അത്രയും സേഫായിട്ട് ഇവളുടെ കൂടെ എവിടെയും ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ ഡോറ് തുറന്നിട്ടാണെങ്കിലും ആൾ അങ്ങനെ ഇങ്ങനെ കയറി വരില്ല. വാ കയറിക്കോ എന്ന് പറഞ്ഞാൽ മാത്രം എൻ്റെ കുഞ്ഞ് കയറുള്ളൂ കേട്ടോ. എൻ്റെ കുഞ്ഞൂസിന് ഭയങ്കര അനുസരണയാണ് കേട്ടോ. അത് കൂടുതൽ ഉഷാറായത് മേട്ട് വന്നതിന് ശേഷമാണ്. ഇതുപോലെ തന്നെ ഇനി വരുന്ന രണ്ടെണ്ണത്തെയും കൂടി എനിക്ക് വളർത്തണം. ഇതിനിടയിൽ രാത്രി പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ മേട്ട് വന്നിട്ട് മുഖം കുടയുന്നുണ്ട്. നോക്കിയപ്പോഴോ എവിടെയോ മണ്ണിൽ പോയിട്ട് ആൾ പൊടിയാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 2 ദിവസം മുന്നേ ഞാൻ ആളെ കുളിപ്പിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ വീണ്ടും കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥയല്ലേ. എന്താ ഇപ്പം ചെയ്യുക? ഇവൾ എന്തപ്പോൾ ഇവനെ കാട്ടുന്നത് എന്നുള്ളൊരു ഭാവത്തിലാട്ടോ. വേറെ ഒന്നല്ല, അവൻ്റെ മുഖത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് കൊടുത്താട്ടോ. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു വിളീൻ്റെ പുറത്ത് ഞാൻ പോയപ്പോൾ കണ്ടോ പാമ്പും കുട്ടി. ഏതാണെന്ന് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ വേഗം രണ്ടാളെയും കൂട്ടിലാക്കിയതിന് ശേഷം ഇതിനങ്ങോട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടോ. പല ആൾക്കാരോടും ചോദിച്ചു, പല പേരുകളും പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഗൂഗിൾ ചേച്ചി എന്നോട് പേര് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. ചില ആൾക്കാർ മലമ്മാമ എന്ന് പറഞ്ഞു, അണലിയാണെന്ന് പറഞ്ഞു, പിന്നെ വേറെ ഏതൊക്കെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. മലമ്മാമ ആണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണമല്ലോ, കാരണം പരിസരത്തൊക്കെ ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നേരെ അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. അമ്മേനോട് പറഞ്ഞു വേണമെങ്കിൽ അമ്മ ഇതിനെ ഇവിടെ വളർത്തിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് ആ ഒരു പറമ്പിലെ ആളങ്ങോട്ട് തുറന്നു വിട്ടു കേട്ടോ. തിരിച്ച് വരുമ്പോൾ മോങ്ങത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഒരു തട്ടുകടയിൽ കയറി നല്ല അടിപൊളി ബീഫും പൂട്ടിയും ചിക്കൻ പാർട്സും പൊറോട്ടയും കഴിച്ചു കേട്ടോ. ഇവിടുത്തെ പൊറോട്ടയും ദോശയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ മോങ്ങം നിവാസികളെ കാണുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. നമ്മളെ ലെസോറ ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവൻ്റെ കട ഉള്ളത്. തിരിച്ച് വരുമ്പോൾ ഒരു മീൻ കട ഉണ്ടായിരുന്നു. അവിടുത്തെ മീനൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കില്ല, ബാക്കിയുള്ള മീൻ അങ്ങോട്ട് തൂത്ത് വാങ്ങിച്ചു. ഇപ്പോൾ കുഞ്ഞൂസും മേട്ടൊക്കെ മീൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ശീലം അങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നെ കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ബഹളത്തിലാട്ടോ ശങ്കരി. ഇപ്പം ഞാൻ അവരെ ഇറക്കുന്നില്ല. ഇറക്കി കഴിഞ്ഞാൽ ശങ്കറിൻ്റെ കഴുത്തടിച്ച് കൊണ്ടാവാനുള്ള പരിപാടിയിലാണ് കുഞ്ഞൂസ്. ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ.